തിരുസഭയുടെ നെടുംതൂണുകളാണ് സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. പൗലോസ് സ്ലീഹയുടെ തീഷ്ണതയും യാത്രകളും ഓരോ അയക്കപ്പെട്ടവനും ഇന്നും ഉത്തേജനം നൽകിക്കൊണ്ടിരിക്കുന്നു. മഡഗാസ്കറിലെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അത്തരമൊരു തീഷ്ണതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അംബാലബെ പോലുള്ള ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ അയക്കുന്നതും പൗലോസ് സ്ലീഹയ്ക്കുണ്ടായ തീഷ്ണതയുടെ ഒരംശമല്ലേ? വിശ്വാസത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിലും വളരെ ശോധനീയമാണ് അംബാലബെ ഗ്രാമത്തിലേത്. മഡഗാസ്കറിലും ഓരോ ഗ്രാമത്തിൽ പോകുമ്പോഴും വ്യത്യസ്ത സാഹചര്യങ്ങളും രീതികളും അനുഭവങ്ങളുമാണുള്ളത്. നമ്മുടെ വിശ്വാസവും രീതികളും പ്രചരിപ്പിക്കുവാൻ മറ്റുള്ളവരും അവരുടെ രീതികളും നശിപ്പിക്കണം എന്ന് കരുതി ഓടി നടക്കുന്ന ഒത്തിരി പേർ ഈ ലോകത്തുണ്ട്. രാഷ്ട്രീയത്തിലായാലും ആത്മീയതയിൽ ആയാലും അവർ നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. ഈശോ സമരക്കാരി സ്ത്രീയോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അരൂപിയിലും സത്യത്തിലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് നമുക്ക് രൂപങ്ങൾ വേണ്ടിവരുന്നു, രീതികൾ വേണ്ടിവരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന രൂപങ്ങളിലും രീതികളിലും ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ഈശോയുടെ ഇഷ്ടവും പദ്ധതിയും മനസ്സിലാക്കുവാൻ നാം ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു. ഈ ലോകത്തിൽ നാം കുറച്ചുനാൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നറിഞ്ഞിട്ടും ഇവിടെ നിന്നും നാം ഉയരേണ്ടവരാണെന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. തളർവാദ രോഗിയുടെ കൂട്ടുകാരുടെ വിശ്വാസം അവനെ ഈശോയുടെ അരികിലെത്തിച്ചു സൗഖ്യപ്പെടുത്തി. നമ്മുടെ വിശ്വാസവും സ്നേഹപ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് സൗഭാഗ്യം പ്രാപിക്കുവാൻ അവസരമൊരുക്കണ്ടേ? നിർഭാഗ്യവശാൽ ഇന്ന് വിശ്വാസം അവകാശപ്പെടുന്ന പലരും പറയുന്നത് എൻ്റെ തല പോയാലും വേണ്ടില്ല, മറ്റുള്ളവരുടെ തല പോകണമെന്നാണ്. അതേ നിമിഷം താൻ മരിച്ചാലും മറ്റുള്ളവരുടെ ജീവൻ നിലനിൽക്കണമെന്ന് കരുതി മരിച്ച നസ്രായൻ്റെ അനുയായികൾ എന്ന് വിളിക്കപ്പെടുകയും വേണം. രണ്ടു വഞ്ചിയിൽ കാൽവെച്ച് നിൽക്കുന്നവരെ പോലെയാണവർ. അവരുടെ അവസാനം എവിടെയാകുമെന്ന് തമ്പുരാന് തന്നെ അറിയാം. അവരുടെ വിശ്വാസം ഹൃദയത്തിലല്ല, തലച്ചോറിൽ മാത്രം. പൗലോസ് സ്ലീഹയുടെ മാനസാന്തരം വിശ്വാസത്തിൽ മാത്രമായിരുന്നില്ല, പ്രവൃത്തികളിലും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലങ്ങൾ പ്രവചനാതീതമായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതി തള്ളപ്പെട്ട ഒരു വലിയ ശതമാനത്തെ അവരുടെ സംസ്കാരത്തിലൂടെ തന്നെ ഈശോയിലേക്ക് അടുപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് പൗലോസ് സ്ലീഹയാണ്. നമ്മുടെ ജീവിതവും വിശ്വാസവും ഒന്നാകുവാനും സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനും പൗലോസ് സ്ലീഹയുടെ മധ്യസ്ഥം നമുക്ക് ഈ തരുണത്തിൽ പ്രാർത്ഥിക്കാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.